ആദിയും കുഞ്ഞാറ്റയും ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. അവിടെ ദേഷ്യത്തോടെ നിൽക്കുന്നുണ്ടായിരുന്നു മായ. അതോടെ ആദി വിന്ദയെ ഒന്നുകൂടി അവനിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ച് അവളുടെ കവിളിൽ ചുണ്ടമർത്തി ചുംബിച്ചു. വിന്ദ ഞെട്ടിപ്പോയി. അവൾ ആദിയെയും മായയെയും മാറി മാറി നോക്കിക്കൊണ്ട് നിന്നു. പോവാ എന്നും പറഞ്ഞുകൊണ്ട് ആദി അവിടെ നിന്നും പോയി. പോകുന്ന വഴി മായയെ നോക്കി ഒന്ന് പുച്ഛിച്ചു. മായ വിന്ദയെ ഒന്ന് ദേഷ്യത്തോടെ നോക്കിയിട്ട് അവിടെ നിന്നും പോയി. അങ്ങനെ അന്നേ ദിവസം വൈകുന്നേരമായിരുന്നു. അമ്പലത്തിൽ നിന്ന് വെടിക്കെട്ടും മണിയടി ശബ്ദങ്ങളും കേട്ടു തുടങ്ങി. ദേവുവിൻ്റെ വീട്ടിൽ നിന്നാണ് മീനുവും വിന്ദുവും ഒരുങ്ങുന്നത്. അതിൻ്റെ തിരക്കിലാണ് അവർ മൂന്നെണ്ണവും. പ്ലെയിൻ ബ്ലൂവിൽ അതിൻ്റെ കരയിൽ സ്റ്റോൺ വർക്ക് വരുന്ന തരത്തിലുള്ള ഒരു പാവാടയും പ്ലെയിൻ ബ്ലൂ കളറിൽ സ്റ്റോൺ വർക്ക് ചെയ്ത ബ്ലൗസും ഗോൾഡൻ കരയുള്ള സ്റ്റോൺ വർക്ക് ചെയ്ത നീല സാരിയുമുള്ള ഒരു ഹാഫ് സാരിയാണ് ദേവുവിൻ്റെ വേഷം. മുടി സൈഡ് വാർച്ചിലെടുത്ത് ഒരു സൈഡ് പിന്നിയിട്ടുകൊണ്ട് വിടർത്തിയിട്ടു. ബ്ലൂ സ്റ്റോൺ വരുന്ന റെഡ് നെക്ലേസും സെയിം ബ്ലൂ സ്റ്റോൺ വെച്ച ചെറിയ കമ്മലും നീലക്കൽ മൂക്കുത്തിയും ബ്ലൂ ഗ്രിപ്പ് വർക്ക് ചെയ്ത വളകളും ദേവു ഇട്ടിരുന്നു. കൺമഷി എഴുതി കണ്ണിന് മുകളിൽ ഐലൈനർ എഴുതി ഒരു നീല കുഞ്ഞു പൊട്ടും വെച്ചു. അവൾ മീനുവിൻ്റെയും വിന്ദയുടെയും മുന്നിൽ ചെന്ന് നിന്നു. എങ്ങനെയുണ്ടെടി? ദേവു ചോദിച്ചു. എൻ്റെ ദേവുമോളെ, കൊള്ളാം. ഇത്രയും ഭംഗിയുണ്ടോ നീ? സുന്ദരിയായിട്ടുണ്ട്, മീനു പറഞ്ഞു. അതെ, ഇങ്ങനെ കണ്ട അവളുടെ ഏട്ടൻ മൂക്കും കുത്തി വീഴും, ഉറപ്പാ, വിന്ദ പറഞ്ഞു. മതി, ഇനി നീ പോയി ഒരുങ്ങിക്കോ കുഞ്ഞാറ്റെ, കാണട്ടെ ഞങ്ങൾ, ദേവു പറഞ്ഞു. ദേ വരണ എന്ന് പറഞ്ഞ് കുഞ്ഞാറ്റ പോയി. വൈറ്റ് കളറിൽ ഗോൾഡൻ കര വരുന്ന സെറ്റ് സാരിയും അതിനോട് ചേർന്ന കടും ചുവപ്പ് ബ്ലൗസുമാണ് വിന്ദയുടെ വേഷം. അതിനോട് ചേർന്ന കുഞ്ഞു മാലയും കുഞ്ഞു ജിമിക്ക് കമ്മലും ഗോൾഡൻ കളർ വളയുമുള്ള ഒരു സിമ്പിൾ ലുക്ക്. കൺമഷി കൊണ്ട് കണ്ണിൽ എഴുതി, ഐലൈനർ കൊണ്ട് എഴുതി കുഞ്ഞു കറുത്ത് പൊട്ടിയിട്ട് അവൾ സുന്ദരിയായി. മുടി നിർവാർച്ചിലെടുത്തുകൊണ്ട് ഒരു സൈഡിലായി ക്ലിപ്പിട്ട് ഭംഗിയാക്കി. വിന്ദ അവരുടെ മുന്നിലേക്ക് ചെന്ന് നിന്നു. സാരി തുമ്പ് പിടിച്ചുകൊണ്ട് വിടർത്തി കാണിച്ചു. അടിപൊളിയായിട്ടുണ്ടടി, മീനു പറഞ്ഞു. അതെ, സുന്ദരിയായിട്ടുണ്ട്, ദേവുവും പറഞ്ഞു. ഇനി മീനു, നീ പോയി ഒരുങ്ങിക്കോ, കാണട്ടെ, പോ, വിന്ദ പറഞ്ഞു. ഓക്കെ. അവൾ അവിടെ നിന്നും ഒരുങ്ങാൻ പോയി. ഡാർക്ക് ഗ്രീൻ കളർ സ്ലീവ് വരുന്ന ഗോൾഡൻ ബ്ലൗസും വൈറ്റ് പാവാടയും വൈറ്റ് ഹാഫ് സാരിയുമാണ് മീനുവിൻ്റെ വേഷം. കരിവളയും അതിൻ്റെ കൂടെ ഗോൾഡൻ കളർ വളയും മിക്സ് ചെയ്ത് ഇട്ടു. ഒരു കുഞ്ഞു ജിമിക്കിയും അതിനോട് ചേർന്ന മാലയും മീനു ഇട്ടു. അവൾ മുടി നിർവാർച്ചിലെടുത്ത് കെട്ടി അതിനു മുകളിൽ മുല്ലപ്പൂ വെച്ചു. കണ്ണെഴുതി, ഐലൈനർ എഴുതി, ഒരു വൈറ്റ് സ്റ്റോൺ ഉള്ള പൊട്ട് വെച്ചു. അതുപോലെ തന്നെ ഒരു വെള്ളക്കൽ മൂക്കുത്തിയിട്ടു. അതോടെ മീനുവിൻ്റെ ഒരുക്കം കഴിഞ്ഞു. ദേവുവിൻ്റെയും വിന്ദയുടെയും മുന്നിലെത്തി. എൻ്റെ ദൈവമേ, ഇതാരാ? കാവിലെ ഭഗവതിയോ? എന്ത് ഭംഗിയാ ഇവളെ കാണാൻ, വിന്ദ പറഞ്ഞു. വെറുതെയല്ല മറ്റേ ചേട്ടൻ മൂക്കും കുത്തി വീണത്, അല്ലേ കുഞ്ഞാറ്റെ? ദേവു പറഞ്ഞു. ഇടികളെ, മതി, വാ പോകാം, താലം എടുക്കണ്ടേ, മീനു പറഞ്ഞു. അങ്ങനെ അവർ 3 പേരും വീട്ടിൽ പറഞ്ഞുകൊണ്ട് താലം കൊണ്ടുപോകുന്ന വീട്ടിലേക്ക് നടന്നു. ഇതേ സമയം തന്നെ ആ ഉത്സവപ്പറമ്പിൽ സ്റ്റാലിൻ്റെ ആളുകളും വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ധ്രുവനും ആദിക്കും ഉണ്ടായിരുന്നു അവിടുത്തെ ഇൻചാർജ്. അവർ സ്വയം ഏറ്റതാണ്. കാരണം ഇത് ധ്രുവൻ്റെയും ആദിയുടെയും ദേശപ്പൂരമാണ്. അവരതിൽ ജോയിൻ ചെയ്യാം എന്ന രീതിയിലാണ് അങ്ങനെ ചെയ്തത്. ഇതേ സമയം അവിടെ സ്റ്റാലിൻ്റെ ആളുകൾ നിറഞ്ഞു നിൽപ്പുണ്ട്. അവരും ഉത്സവത്തിൽ ജോയിൻ ചെയ്യാൻ വന്ന പോലത്തെ വേഷമാണ് അണിഞ്ഞത്. സ്റ്റാലിൻ്റെ കാർ താലം കൊണ്ടുപോകുന്ന റോഡിൻ്റെ ഒരു സൈഡിൽ അവൻ പാർക്ക് ചെയ്തു. ഇതേ സമയം താലം കൊണ്ടുപോകുന്ന വീട്ടിലെത്തി ദേവുവും വിന്ദുവും കുഞ്ഞാറ്റയും. ഒരു ചെമ്പ് തട്ടിൽ ചെറുപഴവും ചന്ദനത്തിരി കത്തിച്ചതും ദീപം തെളിച്ച് ചിരാതും ആപ്പിളും ഓറഞ്ചും മുന്തിരിയും അടങ്ങുന്നതാണ് താലത്തട്ട്. ഓരോ വീട്ടിൽ നിന്നും ഇത്ര താലം കൊണ്ടുപോകാം എന്ന വഴിപാട് മൂലമാണ് താലം കൊണ്ടുപോകുന്നത്. താലമായി അമ്പലത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുന്നേ അവിടെ കഥന കൊണ്ടുള്ള വെടിക്കെട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് താലം കൊണ്ടുപോയി ദേവിനടയിൽ അർപ്പിക്കുന്നത്. എന്തോ കാരണവശാൽ 3 വരികളിലായിട്ടാണ് താലം പെൺകുട്ടികൾ കൊണ്ടുപോകുന്നത്. ആദ്യത്തെ വരിയിൽ 6ാമതാണ് ദേവു നിന്നത്. അതിന് പിന്നിൽ 7ാമതായി വിന്ദയും അവൾക്ക് പിന്നിലായി മീനുവുമാണ്. മീനുവിനോട് കൂടെ ആദ്യത്തെ വരി അവസാനിച്ചു. പിന്നെയെല്ലാം 2ാമതും 3ാമതുമാണ്. അങ്ങനെ താലം കൊണ്ട് എല്ലാവരും നടക്കാൻ തുടങ്ങി. 6 മണിക്ക് തുടങ്ങിയ നടത്തം 7 മണിക്കാണ് അവിടെ അമ്പലത്തിൻ്റെ അവിടെ എത്തിയത്. അമ്പലത്തിലേക്ക് കയറണമെങ്കിൽ കഥന പൊട്ടണം. അതിനുവേണ്ടി അവർ അവിടെ നിന്നു. മീനുവിൻ്റെ അടുത്ത് തന്നെയായിരുന്നു സ്റ്റാലിൻ്റെ കാറുള്ളത്. എന്നാൽ മീനുവിനെ തന്നെ ശ്രദ്ധിച്ചാണ് കാറിനകത്ത് സ്റ്റാലിൻ ഇരിക്കുന്നത്. കഥന പൊട്ടുന്ന ശബ്ദം കേട്ടു തുടങ്ങി. ദേവു അടക്കം എല്ലാവരുടെയും ശ്രദ്ധ അവിടേക്ക് തിരിഞ്ഞു. അതെ, ആ സമയം തന്നെ സ്റ്റാലിൻ കാറിൻ്റെ ഡോർ തുറന്ന് അടുത്ത നിമിഷം മീനുവിനെ എടുത്ത് കാറിൽ കയറ്റി ഡോർ അടച്ചു. മീനുവിൻ്റെ കയ്യിലുള്ള താലം നിലത്തേക്ക് വീണുവെങ്കിലും കഥനയുടെ ഒച്ച കാരണം ഒന്നും കേട്ടില്ല.
ഇതേ സമയം കാറിൻ്റെ ഉള്ളിൽ സ്റ്റാലിനെ കണ്ട മീനു പേടിയോടെ ഒച്ച വയ്ക്കാൻ തുടങ്ങിയതും സ്റ്റാലിൻ ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മീനു, നിന്റെ ശബ്ദം പുറത്തേക്ക് കേൾക്കില്ല. വെറുതെ ശബ്ദം നശിപ്പിക്കേണ്ട. സ്റ്റാലിൻ പറഞ്ഞു. എന്നെ എന്തിനാ ഇതിനകത്ത് കയറ്റിയത്? എന്നെ വിട്, എനിക്ക് പോണം. മീനു പേടിയോടെ പറഞ്ഞു. നിന്നെ വിടാനല്ല മീനു, ഇങ്ങനെ പ്ലാൻ ചെയ്ത് വന്ന് നിന്നെ ഇവിടേക്ക് കയറ്റിയത്. നമുക്ക് പോവാം മോളെ, അങ്ങ് കുരിശിങ്കിലേക്ക്. എൻ്റെ മിന്ന് കഴുത്തിൽ ഏറ്റുവാങ്ങി അവിടെ ജീവിക്കാം. ഇന്ന് നമ്മൾ ഇവിടുന്ന് പോകുന്നു. നാളെ പാല. അവിടെ വെച്ച് നമ്മുടെ മിന്നുകെട്ടാണ്. സ്റ്റാലിൻ പറഞ്ഞു. എന്നെ വെറുതെ വിട്, എനിക്ക് പോണം. ഞാൻ നിങ്ങളോട് എന്ത് ചെയ്തിട്ടാണ്? മീനു പറഞ്ഞു. സ്റ്റാലിൻ അതിനൊന്ന് ചിരിച്ചുകൊണ്ട് ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ച് പുകച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു, ദൈവമുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി അങ്ങനെയൊരാളുണ്ടെങ്കിൽ ആ ദൈവം എന്നോട് കാണിച്ചത് മുഴുവൻ തെറ്റുകളാണ്. പിന്നീട് കുറെ ശരിയും ചെയ്തു. ഇവിടെ എൻ്റെ നാടായ കോട്ടയത്ത് വരുന്നത് വരെ ദൈവം എന്നോട് ശരി മാത്രമാണ് ചെയ്തത്. അവിടുന്ന് ആനന്ദിനെ കൊല്ലാൻ വേണ്ടി ഓടിക്കുന്നത് വരെ. എന്നാൽ അവൻ ചെന്നു നിന്ന ആ സ്ഥലം, അവിടെ നിന്നെ എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി ദൈവം ഒരു തെറ്റ് ചെയ്തു. ഞാൻ നിന്നെ കണ്ടതും എനിക്ക് നിന്നെ ഇഷ്ടമായതും ഒരു പകുതി ദിവസം എൻ്റെ റൂമിലെ ബെഡിൽ എനിക്ക് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട നീ കിടന്നു. അന്നേ വരെ കൂടെ കിടത്താൻ മാത്രമാണ് എൻ്റെ ആ റൂമിൽ ഒരു പെണ്ണ് വന്നിട്ടുള്ളൂ. അങ്ങനെ പെണ്ണിനെ ഞാൻ കണ്ടിട്ടുള്ളൂ. അങ്ങനെയുള്ള എന്നെ നിന്നിലേക്ക് മാത്രം എന്നെ അങ്ങ് അടുപ്പിച്ചു ദൈവം. രണ്ടാമത്തെ തെറ്റ് ചെയ്തു. നിന്റെ ചേട്ടന്മാരെ എൻ്റെ കഥയിലെ നായകന്മാരാക്കി ദൈവം മൂന്നാമത്തെ തെറ്റ് ചെയ്തു. നിനക്കെന്നോട് ഇഷ്ടമല്ലാതെയാക്കി ദൈവം നാലാമത്തെ തെറ്റ് ചെയ്തു. ഇത്രയും തെറ്റ് എന്നോട് ചെയ്ത് നിനക്ക് എന്നോട് ഇഷ്ടമില്ലാതെ ആക്കാനാണ് എങ്കിൽ എന്തിനാ ആ ദൈവം നിന്നെ എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയത്? അതുകൊണ്ട് ദൈവം എന്നോട് ചെയ്ത 4 തെറ്റുകൾക്ക് പകരമായി 5ാമത് ഞാൻ നിന്നോടൊരു തെറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അതിനാണ് ഇങ്ങനെ പ്ലാൻ ചെയ്ത് നിന്നെ എൻ്റെ കാർ വരെ എത്തിച്ചത്. ഇനി നീ എൻ്റെ കൂടെയാണ് ജീവിക്കാൻ പോകുന്നത്. നിന്റെ ഏട്ടൻ ഹീറോയിസം കാണിക്കാൻ വരും. പക്ഷേ അപ്പോഴേക്കും നീ മീനാക്ഷി സ്റ്റാലിൻ ആയിരിക്കും. നീ ഒരു കാര്യം മനസ്സിലാക്ക് മീനു, എൻ്റെ കഥയിലും നിന്റെ ഏട്ടന്മാരുടെ കഥയിലും വില്ലൻ ഞാൻ തന്നെയാണ്. നിന്നോളം ഞാൻ വേറെ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. എന്നിൽ നിന്ന് നിനക്കൊരു മോചനമില്ല. സ്റ്റാലിൻ പറഞ്ഞു. മീനു ഒന്നും മിണ്ടാതെ കാറിൻ്റെ ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവിടെ നിന്ന് വിന്ദ ഒന്ന് തിരിഞ്ഞു നോക്കിയെങ്കിൽ എന്ന് മീനു ആഗ്രഹിച്ചു. കഥനയുടെ സൗണ്ട് പോലും അകത്തേക്ക് കേൾക്കുന്നില്ല. അപ്പോൾ താൻ ഒച്ച വെച്ചിട്ട് കാര്യമില്ല എന്ന് മീനുവിന് മനസ്സിലായി. കഥന തീർന്നു. താലം പിടിച്ച് പെൺകുട്ടികളുടെ കൂടെ വിന്ദയും ദേവവും തിരിഞ്ഞു നോക്കാതെ നടന്നു. അവർ പോയി. ഇനി നമുക്ക് പോകാം. എൻ്റെ ഭാര്യയായി അങ്ങ് കുരിശിങ്കൽ താമസിക്കാം. ഡ്രൈവർ, വണ്ടി എടുക്ക്. സ്റ്റാലിൻ പറഞ്ഞു. വണ്ടി ആ അമ്പലപരിസരം വിട്ട് മുന്നോട്ട് ചീറിപ്പാഞ്ഞു പോയി.